ലോക സാഹിത്യ മേഖലയെ അനന്തപുരിയിലേക്ക് എത്തിക്കുന്ന മാതൃഭൂമി കാ ഫെസ്റ്റിവലിന് സ്വാഗതമോദി കൊല്ലം ജില്ലയും. പരിപാടിയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ചർച്ചയിൽ കൊല്ലം സാഹിത്യത്തിന്റേതായ ഇടം വീണ്ടെടുക്കുമെന്ന് അഭിപ്രായമുയർന്നു. പാട്ടും സാഹിത്യ ചിന്തകളുമായി ചർച്ച ആവേശമായി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. തൊഴിലിന്റെയും വാക്കിന്റെയും തുറമുഖമെന്ന വിഷയം ചർച്ചയിൽ ഉയർന്നു വന്നത് കൊല്ലത്തിന്റെ സാഹിത്യമണ്ഡലത്തിലെ പഴമയെ വീണ്ടെടുക്കണമെന്ന ആവശ്യം. സാഹിത്യകാരന്മാർ സഞ്ചരിക്കാത്ത ഒരു തെരുവ് പോലും കൊല്ലത്തില്ല. ആ ഓർമ്മകൾ പോലും സംരക്ഷിക്കപ്പെടുന്നില്ല. കൊല്ലത്ത് നിന്നുള്ള 2-3 പേരാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഈ അളിയാവിളിയും അണ്ണാവിളിയും ഒക്കെ മണ്ടയിലോട്ട് എഴുത് എന്നൊക്കെ പറയുമ്പോൾ ഈ മണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് വേറെ മണ്ടയാണ്. ഇത്ര സമർത്ഥമായിട്ട് ഹാസ്യം പറയുന്ന ആളുകളെ ഞാൻ നാട്ടിൻപുറത്ത് കണ്ടിട്ടുള്ളൂ. എല്ലാ എഴുത്തുകാരെയും കൈനീട്ടി സ്വീകരിച്ച് കുടിയിരുത്തിയ പട്ടണമാണ് കൊല്ലം. പഴമയെ തിരിച്ചുപിടിക്കാനുള്ള കരുത്ത് എന്നും കൊല്ലത്തിനുണ്ട്. കൊല്ലത്തിന്റെ പ്രകൃതിയാണ് കാക്കനാടനെ പോലെയുള്ളവരുടെ ഭാഷയെ തേച്ചുമിനിക്കിയത്. ഇവിടെ വളരെ ശക്തമായിട്ട് പ്രാസവാദം, സജാതീയ ദ്വിതീയാക്ഷര പ്രാസവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ കേശവീയം പ്രാസമില്ലാതാണ്. ഞാൻ അങ്ങനെ എഴുതൂ എന്ന് പറഞ്ഞ ഒരു കൊല്ലക്കാരന്റെ തന്റേതാണ്. കൊല്ലം ആസാവ് മൈതാനത്തെ ജാജീസ് ഫുഡ് കോർട്ടിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ ഉയർന്നത് കൊല്ലത്തിന്റെ സാഹിത്യ, കല, തൊഴിൽ പാരമ്പര്യങ്ങളുടെ ഓർമ്മകൾ. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. കൊല്ലം ജില്ലയിലെ സാഹിത്യകാരന്മാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.